ഈശോ മിശിഹായ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. സഹന വഴികൾ 83 ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം സഖ്യവൂസിന്റെ കഥയാണ്. അതിലെ 3-ാമത്തെ വാക്യം, ലൂക്കായുടെ സുവിശേഷത്തിന്റെ 19-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലാണ് നാം ഇന്നലെ നമ്മുടെ ചർച്ച കേന്ദ്രീകരിച്ചത്. നമ്മൾ ഒരു കാര്യം കണ്ടു, ജനക്കൂട്ടത്തെ നമ്മൾ ഭയപ്പെടണം. ജനക്കൂട്ടം എന്ന് പറയുന്നത് കൃത്രിമമായിട്ടുണ്ടാക്കിയ പൊതുബോധത്തിന്റെ ഒരു പ്രതീകമാണ്. അത് വലിയൊരു കെണിയാണ്. നമ്മൾ അവിടെ നിന്ന് പുറത്ത് കടന്നാൽ മാത്രമേ നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഇന്നലെ നമ്മൾ പറഞ്ഞു, സഖ്യവൂസിന്റെ പൊക്കക്കുറവ് അവൻ എങ്ങനെയാണ് പരിഹരിച്ചത് എന്ന്. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. അത് 4-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഒന്ന് ആ വാക്യം ശ്രവിക്കാം. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി, ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. ഇവിടെ 4 വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ പോകുന്നത്. അത് ജീവിത വിജയത്തിനുള്ള മർമ്മമായിട്ട് തന്നെ കരുതുന്നത് നമുക്ക് ഗുണം ചെയ്യും. ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത് എന്ന് വെച്ചാൽ സഖ്യവൂസ് മുൻകൂട്ടി തന്നെ യേശുവിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചു. മുൻകൂട്ടി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് കാര്യത്തിൽ നമുക്ക് വിജയം കണ്ടെത്തണമെങ്കിൽ, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ, ആ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ശേഖരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ മകനെയോ മകളെയോ സ്കൂളിൽ ചേർക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുൻകൂട്ടി തന്നെ വിവരങ്ങൾ ശേഖരിക്കണം. ആ സ്കൂളിലെ ഫീസ് സ്ട്രക്ചർ എത്രയാണ്, എത്ര ചിലവ് വരും, എത്ര ദൂരമുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് എത്ര ചിലവ് വരും, അവിടുത്തെ ടീച്ചേഴ്സ് എങ്ങനെയുണ്ട്, അവിടുത്തെ പ്രിൻസിപ്പൽ എങ്ങനെയുണ്ട്, സ്റ്റാൻഡേർഡ് എങ്ങനെയുണ്ട്, മറ്റു സ്കൂളുകളിൽ എങ്ങനെയാണ്, അതെല്ലാം താരതമ്യം ചെയ്ത് എന്നിട്ടാണ് നമ്മളൊരു തീരുമാനം എടുക്കുക. ഒരു രോഗത്തിന് നമ്മൾ ഒരു ആശുപത്രിയിൽ പോകുന്നുണ്ടെങ്കിൽ ആദ്യം കണ്ട ആശുപത്രിയിൽ കയറി ചെല്ലുന്നത് ബുദ്ധിയല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? ആശുപത്രിയെക്കുറിച്ചും ആ ഡോക്ടറിനെ കുറിച്ചും അവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ചും മുൻകൂറായിട്ട് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കും. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യുക. ക്രിക്കറ്റ് കളിയായിക്കോട്ടെ, ഫുട്ബോൾ കളിയായിക്കോട്ടെ, ബാസ്കറ്റ്ബോൾ ആയിക്കോട്ടെ, ഏത് കളിയായാലും മത്സരമാണെങ്കിൽ എതിർ ടീമുകാരുടെ കളിക്കാർ എങ്ങനെയാണ് കളിക്കുക, അവരുടെ തന്ത്രങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ആ കളിയെ നേരിടുക. അപ്പോഴാണ് നമുക്കതിൽ വിജയിക്കാൻ സാധിക്കുക. കോടതി കേസായാലും നമ്മൾ മുൻകൂട്ടി മാക്സിമം വിവരങ്ങൾ ശേഖരിച്ച് അതിന് വേണ്ട രീതിയിൽ പാകപ്പെടുത്തി കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് കോടതിക്ക് നമ്മുടെ നിരപരാധിത്വം അല്ലെങ്കിൽ നമ്മുടെ സത്യം ബോധ്യപ്പെടുക. അപ്പോൾ മുൻകൂട്ടി നമ്മൾ വിവരങ്ങൾ ശേഖരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. 2-ാമത്തെ പോയിന്റ്, യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി. അതായത് യേശു വരുന്നതിന് മുമ്പ് അവൻ അവിടെ എത്തണം. അതായത് സമയനിഷ്ഠ. ചിലർക്ക് സമയനിഷ്ഠ പാലിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരെങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. സ്നേഹമുള്ളവരെ, എപ്പോഴും സമയനിഷ്ഠ പാലിക്കുക. അത് പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുന്ന കാര്യമായിക്കോട്ടെ, വീട്ടിൽ കൊന്ത ചൊല്ലുന്ന കാര്യമായിക്കോട്ടെ, ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വേണ്ടി കാത്തി നിൽക്കുന്ന കാര്യമായിക്കോട്ടെ, പരീക്ഷയായിക്കോട്ടെ, എന്ത് കാര്യമായാലും സമയനിഷ്ഠ നമ്മൾ പാലിക്കണം. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെ നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്ത് തീർക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. സമയനിഷ്ഠ വിജയത്തിൻ്റെ ഒരു മർമ്മപ്രധാനമായ കാര്യമാണ്. സഖ്യവൂസ് യേശുവിനെ കാണാൻ വേണ്ടി മുമ്പേ ഒരു സിക്കമൂർ മരത്തിൽ കയറി. ഒരു മരത്തിൽ കയറുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ അർത്ഥം കഠിനാധ്വാനം നമ്മൾ ചെയ്യണം. നമുക്ക് വിജയം ലഭിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കഠിനാധ്വാനം ചെയ്യണം. ആ സമയത്ത് നമുക്ക് ഉറക്കം വേണ്ട. ഉറക്കത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല, ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കില്ല. ഞാൻ എൻ്റെ കേസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ രാത്രി മുഴുവൻ ഞാൻ ഇരുന്ന് കേസ് പഠിക്കും, നോട്ട്സ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഞാനത് വക്കീലിന് അയച്ചു കൊടുക്കും. അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുക, വിജയം നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അത് ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ സാധാരണ ചെയ്യുന്ന ഒരു ജോലി ആയിക്കോട്ടെ, വീട് പണിയായിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, കഠിനാധ്വാനം ചെയ്താൽ അത് കണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും.
അതോടൊപ്പം തന്നെയാണ് 4-ാമത്തെ പോയിന്റ്, യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി. യേശുവിനെ കാണാൻ വേണ്ടി, അതായത് ലക്ഷ്യം. നമുക്ക് ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എല്ലാ എനർജിയും സർവശക്തിയും ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളൊരു വാശി പിടിച്ച പോലെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലെത്തിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ 4 കാര്യം: 1 മുൻകൂട്ടി വിവരങ്ങൾ ശേഖരിക്കുക, 2 സമയനിഷ്ഠ, 3 കഠിനാധ്വാനം, 4 ലക്ഷ്യബോധം. ഈ 4 കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുവാനും പ്രാവർത്തികമാക്കുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, നാളെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സഖ്യവൂസ് ഇതുപോലെ കഠിനാധ്വാനം ചെയ്തപ്പോൾ, ഇതുപോലെ 4 കാര്യങ്ങൾ അവൻ ചെയ്തപ്പോൾ യേശുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു, അത് നമ്മൾ നാളെ ചർച്ച ചെയ്യും. ഇന്ന് ഈ സന്ദേശം ശ്രവിച്ച താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ താങ്കളിലേക്കും താങ്കളുടെ കുടുംബത്തിലേക്കും ഒഴുകി വരട്ടെ. ദൈവം കൃപാലുവാണ്, ദൈവം സ്നേഹപിതാവാണ്. ആ സ്നേഹപിതാവ് താങ്കളെ ഒരു മകനെ പോലെ, ഒരു മകളെ പോലെ സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് സ്തുതി.